നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ മെയ് 24-നാണ് ആദ്യ കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ്. 5 പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം കുരങ്ങുപനി സ്ഥിരീകരിച്ചതോടെ യുഎഇയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 13ആയി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുരങ്ങുപനിക്ക് പുതിയ ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾ ദുബായ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവർക്കാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി പുതിയ ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിർദ്ദേശങ്ങളടങ്ങിയ ഗൈഡും ദുബായ് ഹെൽത്ത് അതോറിറ്റി പുറത്തിറക്കി. കുരങ്ങുപനി ബാധിച്ച വ്യക്തികളുമായോ മൃഗങ്ങളുമായോ ദീർഘകാലം സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്കാണ് പുതിയ മാനദണ്ഡം ബാധകമാകുക. പുതിയ ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും ശരീരോഷ്മാവ് പരിശോധിക്കണം. രക്തം, അവയവം എന്നിവ ദാനം ചെയ്യുകയോ അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുകയോ ചെയ്യരുത്. കൈകൾ വൃത്തിയായി കഴുകുക. വസ്ത്രങ്ങൾ പ്രത്യേകം കഴുകണം. ക്വാറന്റൈനിൽ അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല പോലെ വായു സഞ്ചാരമുള്ള ഒറ്റമുറിയിലായിരിക്കണം താമസിക്കുന്നത്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വസ്തുക്കൾ മറ്റാരും ഉപയോഗിക്കാതിരിക്കുക. പനി, ചൊറിഞ്ഞുപൊട്ടൽ എന്നിവയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ DHAയുടെ കോൾ സെന്ററിൽ 800342 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക. ലക്ഷണങ്ങൾ ഉള്ളവർ അടുത്തുള്ള ആശുപത്രിയിലോ ആരോഗ്യ കേന്ദ്രത്തിലോ പോകുക. പോസിറ്റീവ് ആയാൽ ഐസൊലേഷൻ നടപടി സ്വീകരിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ 21 ദിവസത്തെ ക്വാറന്റൈൻ തുടരണമെന്നും DHA വ്യക്തമാക്കി. രോഗം ബാധിച്ചവർ പൂർണ്ണമായും ഭേദപ്പെടുന്നതുവരെ ആശുപത്രിയിൽ കഴിയണമെന്നും അടുത്ത് സമ്പർക്കം പുലർത്തിയവർ 21 ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നുമാണ് കഴിഞ്ഞ ദിവസം UAE നൽകിയ നിർദ്ദേശം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ജാഗ്രത പാലിക്കാൻ രാജ്യത്തെ ആശുപത്രികൾക്കുൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് UAE മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. സാധാരണ 2-4 ആഴ്ചകൾക്കകം രോഗം ഭേദമാകാറുണ്ടെങ്കിലും ചില കേസുകളിൽ ഇത് മാരകമാകാറുണ്ട്. കുട്ടികളെയാണ് രോഗം വലിയ തോതിൽ ബാധിക്കുന്നത്. രോഗബാധിതരിൽ നിന്ന് ശരീരദ്രവത്തിലൂടെയും ശ്വാസത്തിലെ ഡ്രോപ്ലേറ്റുകളിലൂടെയും അവർ ഉപയോഗിച്ച വസ്തുക്കളിലൂടെയും മറ്റുമാണ് പ്രധാനമായും കുരങ്ങുപനി മറ്റൊരാളിലേക്ക് പകരുന്നത്. മൃഗങ്ങളിൽ നിന്ന് പരക്കുന്ന രോഗമായതിനാൽ അവയുമായുള്ള അടുത്ത സമ്പർക്കം പരമാവധി കുറയ്ക്കാനാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.